ഹായ് ഹലോ. ഇന്ന് കുട്ടി ഷോപ്പിങ്ങും അതേപോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ മോന് ഗ്രീൻ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ബനിയൻ എടുത്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ കളറിലെ. പക്ഷെ അതവന് വീട്ടിൽ വന്ന് ഞങ്ങൾ മേടിച്ചപ്പോൾ അവനുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്ന് ഇട്ട് നോക്കിയപ്പോൾ അത് അവനങ്ങോട്ട് മാച്ച് ആവണില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളിന്ന് ഷോപ്പിൽ പോയി. എന്നിട്ട് ഞങ്ങളവിടെ കുറച്ച് നേരം ഒന്ന് തപ്പി നടന്ന് അവനൊരെണ്ണം എടുത്തു. അപ്പോൾ സെറ്റായിട്ടുള്ളത് എടുത്തത് അത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയണം കേട്ടോ. പിന്നെ അവിടെ കുറച്ചൊന്ന് പരത്തി നോക്കി നമുക്ക് പറ്റിയതുണ്ടോ, എന്തൊക്കെയാണ് ക്യൂട്ട് ഐറ്റംസ് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത് നമ്മുടെ പതിവാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മോന് സബ് ജില്ലാ തലത്തിലായിട്ട് ഫാൻസി ഡ്രസ്സിന് അവന് ചേർത്തിട്ടുണ്ട്, സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവന് ജിറാഫായിട്ടാട്ടോ. അപ്പോൾ അവന് അതിനുള്ള കോസ്റ്റ്യൂംസിനുള്ള ഐറ്റംസ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ബ്രോഡ്വേ പോയി. അപ്പോൾ അതിന് നമുക്കൊരു യെല്ലോ കളറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഡൈ ചെയ്യാനായിട്ട്. ആ യെല്ലോ കളർ അന്വേഷിച്ച് ഞങ്ങൾ ആലുവ പോയി. അത് കഴിഞ്ഞിട്ട് കലൂർ പോയി. പക്ഷെ അവിടെ ഒന്നും നമുക്കത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രോഡ്വേ പോയിട്ട് നമ്മളൊരു ആളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ബ്രോഡ്വേ പോയിട്ടോ. ബ്രോഡ്വേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു കടകളുടെ തന്നെ ഒരു കളക്ഷനാണ്. നമുക്കൊരു രക്ഷയില്ല. ഏത് വഴി പോയാലും അടുപ്പിച്ചടുപ്പിച്ച് കടകളും ഒക്കെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നല്ല ക്യൂട്ട് ഐറ്റംസും അടുപ്പിച്ചടുപ്പിച്ച് കടകളായിട്ടും ലൈറ്റിൻ്റെ ലൈറ്റിൻ്റെ സെക്ഷനിൽ ഒരുപാട് ലൈറ്റിൻ്റെ കടകളുണ്ടാവും. അതുപോലെ പാത്രങ്ങളുടെ കട, പിന്നെ ബോട്ടിൽസിൻ്റെ, ഡ്രസ്സിൻ്റെ, എല്ലാ ബാഗ്, ഷൂവ്, സാൻഡൽസ്, പൂക്കളുടെ, അങ്ങനെയൊക്കെ ഇങ്ങനെ കടകളാണ്. നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല. ഓരോ കടകൾ കയറുമ്പോൾ ഒന്നൊന്നും മേടിക്കാൻ തോന്നും. നമുക്കൊരു രക്ഷയില്ലാത്തൊരു ഇതാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു മേടിക്കാൻ തോന്നുന്നൊരു ഇതാണ്. കടയിൽ നിന്ന് ഇറങ്ങി പോരാനേ തോന്നില്ല. എന്തൊക്കെ ക്യൂട്ട് ഐറ്റംസാണ്. ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ നല്ല ക്രിസ്മസ് വരാണല്ലോ. അപ്പോൾ അതിൻ്റെ നല്ല ക്യൂട്ട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഷോപ്പിൽ. നല്ല രസമുണ്ട് കാണാനായിട്ട്. റേറ്റും ഉണ്ട്, പക്ഷേ നല്ല ഭംഗിയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ്. എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാവും. പിന്നെ ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ടൈം ആയതുകൊണ്ടും പിന്നെ ഞങ്ങൾ ഇട ദിവസം ആയതുകൊണ്ടും അധികം തിരക്ക് അങ്ങോട്ട് റോട്ടിലുണ്ടായിരുന്നില്ല. അത് വലിയ ഉപകാരമായിട്ട്. അല്ലെങ്കിൽ നമുക്ക് വണ്ടി ഇടാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. കാറ് കൊണ്ടൊക്കെ പോന്നാൽ നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ അവിടെയൊക്കെ കാർ ഇട്ടിട്ട് വേണം നമ്മൾ ബ്രോഡ്വേയിലേക്ക് വരാനായിട്ട്. അപ്പോൾ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായ കുടിച്ചു. വൈകുന്നേരം ആയപ്പോൾ ഒരു ചായയും ഞാനും ഇക്കാക്കയും കൂടി ഒരു കോഫി കുടിച്ചു. അതിൻ്റെ ഒപ്പം നമ്മൾ കടി കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ 2 പെറ്റ്സിനെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ലവ് ബേർഡ്സ്. ആ ലവ് ബേർഡ്സിൻ്റെ ഫുഡ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ടൊരു ഷോപ്പിൽ പോയി. അവിടുത്തെ പൂച്ചകളാട്ടോ ഈ കാണുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള പേർഷ്യൻ ക്യാറ്റും അതേപോലെ നമ്മുടെ വീട്ടിലെ പെറ്റ്സിനെ പോലെ തന്നെ ഒരുപാട് ലവ് ബേർഡ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.